ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? മോളൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നുല്ലേ നമ്മളെ ചാനലിൽ. മോൾ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ മോൾക്ക് രാവിലെ 6:30 ആകുമ്പോൾ അവൾ പോവും. വൈകിട്ടൊരു 5:30 അവൾ എത്താറുള്ളൂ. പിന്നെ പഠിക്കാനുണ്ടാവും, അപ്പോൾ വീഡിയോ ഇടാനൊന്നും സമയം കിട്ടാറില്ല. ഇന്ന് മോൾ സ്കൂളിൽ പോയിട്ടില്ല, അപ്പോൾ അവൾ ചെറിയ വീഡിയോ ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് ഇറങ്ങിയതാണ്. മോളെ ഇന്ന് ഡോക്ടറെ കാണിക്കണം. കാരണം സ്കൂളിൽ നിന്ന് അവളെ മിസ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ അവൾക്ക് ബാക്ക് ബെഞ്ചിലിരിക്കുമ്പോൾ ബോഡിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഡോക്ടറെ കണ്ടു. ചെറിയൊരു പവർ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെക്ക് വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലെൻസ് കാർട്ടിൽ കയറി സ്പെക്കൊക്കെ ഓർഡർ ചെയ്തു. മോൾക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. ഓഫീസ് വിട്ടിട്ട് ഞാനും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോമോ ആൻഡ് മീൽ പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ മോമോ ആൻഡ് മീലെത്തി. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവർ സ്പെഷ്യൽ എന്തൊക്കെയോ മക്കൾ ചോദിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു. അവർ ഷെയർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. ഞാനൊരു ജ്യൂസാണ് കുടിച്ചത്. എനിക്കിങ്ങനത്തെ ഫാസ്റ്റ് ഫുഡൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അവരതങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പട്ടാമ്പി റോട്ടിലോട്ട് തിരിഞ്ഞ് പോണ സമയത്താണ് നമ്മളൊരു ട്രഡീഷണൽ കട കണ്ടത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണൽ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആ കടയിലൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ കടയിൽ കയറി. അവിടുത്തെ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഓട്ടക്കാലണ എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞു തന്നതാണ്. പിന്നെ ഏറ്റവും വലിയ സ്റ്റാമ്പാണ് അതിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. അതുപോലെ ആ ഷോപ്പിൽ ഒന്ന് ചുറ്റിച്ച് വീഡിയോ എടുത്തതാണ്. മോൾ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവൾ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു. ഇൻസ്ട്രുമെൻ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു പാത്രവും ചെറിയൊരു വടിയും. ആ പാത്രത്തിന് ചുറ്റും ആ വടി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമ്മളാരും ചെയ്യുമ്പോൾ അത് വരുന്നില്ല. അപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതൊക്കെയോ കസ്റ്റമർ പണ്ടത്തെ ടൈപ്പ് റെക്കോർഡൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ഈ പാട്ട് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇതൊരു വാച്ചാണ്. ഇത് ബാറ്ററിയിലൊന്നും പ്രവർത്തിക്കണമല്ല, ജസ്റ്റ് ആ ചങ്ങലയിൽ പ്രവർത്തിക്കണതാണ്. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ലൈസൻസ്, അതുപോലെ പണ്ടത്തെ കിച്ചണിലെ സാധനങ്ങളൊക്കെയാണിത്. എല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. ഇവരിത് എക്സിബിഷനും റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടുന്ന് പർച്ചേസും ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ആ കടയിൽ. അങ്ങനെ അവിടെ നിന്ന് ഒരു മോതിരങ്ങളൊക്കെ വാങ്ങി നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കട്ടുപ്പാറയിലേക്ക് തിരിച്ചു. കട്ടുപ്പാറ എത്താനായി. സമയം കുറേ വൈകിയിട്ടുണ്ട്. ഓഫീസ് വിട്ട് വന്ന് നേരെ നമ്മൾ പെരിന്തൽമണ്ണയായിട്ട് പോയതാണ്. വീട്ടിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി മോൾക്ക് 2-3 ദിവസം സ്കൂളില്ല. അവർ സ്കൂളിൽ എന്തോ CBSEയുടെ എന്തോ പ്രോഗ്രാംസ് നടക്കുകയാണ്. പിന്നെ മുഹറം 9, 10 ഒക്കെ ഒഴിവ് വരുന്നുണ്ട്. അങ്ങനെ ഇനി മോൾക്ക് വെനസ്ഡേ സ്കൂളുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം മോളുടെ ഡേ ഇൻ മൈ ലൈഫുമായിട്ടുള്ള ഒരു വീഡിയോ ഇടാം. അതുവരെ എല്ലാവർക്കും ബായ്.